പൊതുവെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് ഉണ്ടാകാറുള്ളൊരു പരാതി കൂടി ആ വിഷയത്തിൽ ഉന്നയിച്ചതുണ്ടല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ സാധാരണ എൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ല, അതൊന്നും ഒഴിഞ്ഞു മാറി പോവുകയാണ് എന്നുള്ള പരാതി പൊതുവിൽ നമുക്ക് പുരുഷന്മാരോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ സ്ത്രീകൾ നമ്മളോട് വിഷയങ്ങൾ പറയുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടി അല്ല. ശരി, അവരൊരു ഷെയറിംഗ് ആണ്. അവർക്കൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടായാൽ അവരെല്ലാ വിഷമങ്ങളും മാറും. അപ്പോൾ അതിന് സമയം കാണാത്ത പുരുഷന്മാർ ദാമ്പത്യ ജീവിതത്തിൽ പരാജിതരാണ്. അത് വളരെ പ്രശ്നമാണ്. എപ്പോഴാണോ പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ വിശാലമായി നിർവഹിക്കാൻ പറ്റാതെ വരുന്നത്, അവിടെ ആ ബന്ധങ്ങൾ തകരാറായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, സ്ത്രീകൾ പറയുന്നതെല്ലാം വളരെ വിശാലമായി കേൾക്കാൻ സമയം കണ്ടെത്തണം. പല പുരുഷന്മാരും വിചാരിക്കുന്നത് ഈ വന്ന് പറയണതിനൊക്കെ ഞാനൊരു സൊല്യൂഷന് വേണ്ടിയാണ് പറയണത് എന്നാണ്. അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ഓർക്ക് സൊല്യൂഷൻ ഇല്ലാത്തതെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു സ്വന്തമായൊരു വീട് വേണം, നമുക്ക് സൗകര്യമാവെന്ന് പറയുമ്പോൾ അത് തന്നെ അതൊരു സ്വപ്നം പറയണം, കേട്ടാൽ മതി. നേരെ മറിച്ച് അയാൾക്ക് വീടുണ്ടാക്കാൻ ഒരു അവസ്ഥ ഇപ്പം ഇല്ലെങ്കിൽ എവിടെ ഞാൻ വീടുണ്ടാക്കണം, എവിടെ പൈസ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഒരു പരിഹാരത്തിലല്ലത് പറയണത്, ഒരാഗ്രഹം നമ്മളോട് പറയാം, നമ്മളോടാണല്ലോ പറയേണ്ടത്. പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു സ്ത്രീയുടെ മനസ്സ് നിന്ന് നമുക്കതിനുള്ള തെളിവായിട്ടാണ് ശരിക്കും ഈ സ്ത്രീയുടെ പ്രസ്താവന നമ്മൾ മനസ്സിലാക്കുന്നത്. പുരുഷന്മാരോട് പറയേണ്ട കാര്യമാണ്.